ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുമിനസ് പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു. പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗൺ കഴിഞ്ഞു. ടൈപ്പ് ഓഫ് നൗൺ എന്തുവാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പ്രോനൗൺ ആണ് പഠിക്കുന്നത്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രൊനൗണിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താണ്? റിയ ഈസ് സ്മാർട്ട്, റിയ സ്റ്റഡീസ് ഹാർഡ്, റിയ ഗോട്ട് ഫസ്റ്റ് റാങ്ക്. നമ്മൾ റിയ എന്ന് 2-3 പ്രാവശ്യം നമ്മളിവിടെ ഉപയോഗിച്ചു. അതിന് നമ്മൾ പ്രൊനൗൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിയ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. നൗണിന് പകരം നമുക്ക് ഇനി പ്രൊനൗൺ ഉപയോഗിച്ച് നോക്കാം. റിയ ഈസ് സ്മാർട്ട്, റിയാഡ് അവിടെ അടുത്ത് ഷീ സ്റ്റഡീസ് ഹാർഡ്, ഷീ ഗോട്ട് ഫസ്റ്റ് റാങ്ക് എന്ന് ഉപയോഗിക്കാം. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ആണ് ഏതൊക്കെയാണ്? ഷീ, ഹീ, ദേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ്. പ്രൊനൗൺ പല ടൈപ്പിലുള്ള പ്രൊനൗൺസ് നമുക്കുണ്ട്. നമുക്കത് നോക്കാം. ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺ ആണ്. പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് എന്താണ്? പേഴ്സണെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പേഴ്സണെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോനൗൺ ആണ് പേഴ്സണൽ പ്രോനൗൺ. അതിൽ എന്തൊക്കെ വരും? ഐ, യു, ഹി, ഷീ, ഇറ്റ്, ദി, ദേ. ഇതൊക്കെ പേഴ്സണെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? നമ്മളെ തന്നെയാണ് പറയുന്നതെങ്കിൽ ഐ എന്ന് പറയും. വേറൊരാളെയാണ് പറയുന്നതെങ്കിൽ എന്ത്? യു, അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെ നമ്മൾ പറയും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? പൊസസീവ് പ്രോനൗൺ ആണ്. പൊസസീവ്നെസ്സിനെ കാണിക്കുന്നതാണ് അല്ലേ? ഉടമസ്ഥതയെ കാണിക്കുന്നതാണ് എന്താ? പൊസസീവ്. ഇത് എൻ്റേതാണ്, നിൻ്റേതാണ്, ഇതൊക്കെ പറയും. മൈൻ, യുവേഴ്സ്, ഹിസ്, അവേഴ്സ്, ദയേഴ്സ്. ഇതൊക്കെ എന്താണ്? പൊസസീവ്നെസ്സിനെ കാണിക്കുന്ന പ്രൊനൗൺസ് ആണ്. നെക്സ്റ്റ് എന്തുവാണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂണ്ടിക്കാണിക്കുക അല്ലെ? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലെ? എന്തൊക്കെ പറഞ്ഞാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന? അത്, ഇത് എന്നൊക്കെ പറയല്ലേ? അവ, ഇവ, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇതൊക്കെ എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് എന്തുവാണ്? ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ്. ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻസിനെ സൂചിപ്പിക്കുന്നതാണ് ഇൻറ്ററോഗേറ്റീവ് എന്ന് പറയുന്ന പദം. ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ വേർഡുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? ഹൂ, വാട്ട്, വിച്ച്, ഹൂ, ഹൂസ്. ഇതൊക്കെ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡുകളാണ്. അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്താണ് റിഫ്ലക്സീവ് പ്രൊനൗൺ. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ പ്രതിഫലിക്കുക എന്നർത്ഥം അല്ലെ? തിരിച്ച് പ്രതിഫലിക്കുക. അപ്പോൾ റിഫ്ലക്സീവ് പ്രൊനൗൺ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അതായത് സ്വത്വത്തിലേക്ക് തിരിച്ചു വരിക. അതായത് മൈ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്. ഇതൊക്കെ എന്താണ്? റിഫ്ലക്സീവ് പ്രൊനൗണിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. ഐ ഡിഡ് ഇറ്റ് മൈ സെൽഫ്, ഐ ഡിഡ് ഇറ്റ് മൈ സെൽഫ്. ഞാൻ സ്വയം ചെയ്തു എന്ന് പറയാം. അപ്പോൾ അതാണ് എന്ത്? റിഫ്ലക്സീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധമാണ് അല്ലേ? റിലേറ്റീവ്, കണക്റ്റഡ് ആണ്. എക്സാമ്പിൾസ് എന്താണ്? വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂ. ഇതൊക്കെ എന്താണ്? റിലേറ്റീവ് പ്രൊനൗണിന് എക്സാമ്പിൾ ആണ്. ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ഇതിപ്പോൾ 2 സെൻറ്റൻസിനെ നമ്മളിൽ റിലേറ്റീവ് ചെയ്ത് കണക്ട് ചെയ്യുന്നതാണ് എന്ത്? റിലേറ്റീവ് പ്രൊനൗൺസ്. നെക്സ്റ്റ് എന്തുവാണ്? ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ ആണ്. ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിറ്റ് അല്ലാത്തത്, കൃത്യമല്ലാത്തതെന്നർത്ഥം. കൃത്യമല്ലാത്ത ആളുകളെയോ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്ന? ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. നമ്മൾ സംബഡി അല്ലെ, എനിബഡി, എവരിവൺ, നൺ. ഇതൊക്കെ എന്താണ്? എനിവൺ പ്ലീസ് കം ഹിയർ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല ഇന്ന ആളെന്ന്. നമ്മൾ മൊത്തത്തിൽ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 7 ടൈപ്പ് ഓഫ് പ്രൊനൗൺസിൽ 7 ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രൊനൗൺ, നെക്സ്റ്റ് പൊസസീവ് പ്രൊനൗൺ, തേർഡ് വൺ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ, ഫോർത്ത് വൺ ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ, ഫിഫ്ത്ത് വൺ റിഫ്ലക്സീവ് പ്രൊനൗൺ, സിക്സ്ത് വൺ റിലേറ്റീവ് പ്രൊനൗൺ, ലാസ്റ്റ് വൺ ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ. ഓക്കെ. നിങ്ങൾ എഴുതിയെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ടുഡേ ക്ലാസ് ഇസ് വൈൻഡ് അപ്പ്. താങ്ക് യു.